രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് രാധയുടെ പ്രണയം 149ാമത്തെ എപ്പിസോഡിലേക്ക് രാധാറാണിയുടെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെയൊക്കെ സഹകരണം കൊണ്ടും പ്രവേശിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാ തിങ്കളാഴ്ചയും നാരായണീയത്തിൻ്റെ ക്ലാസ്, എല്ലാ ചൊവ്വാഴ്ചയും നമുക്ക് രാധയുടെ പ്രണയം, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്, ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. ചിലരൊക്കെ ആകട്ടെ എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പഠിക്കാവുന്നതാണ്. ഇവിടെ ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ്. അതേപോലെ തന്നെ പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. അതേ കണക്ക് നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കൾ അറിയേണ്ടവ നിശ്ചയമായും കേൾക്കണം. അപ്പം മറ്റൊരാളുടെ മുമ്പിൽ നമുക്ക് തലകുനിക്കേണ്ടി വരില്ല. ഹിന്ദുക്കളെക്കുറിച്ച് മറ്റുള്ളവർ ഉന്നയിക്കുന്ന സകല കാര്യങ്ങളുടെയും ഉത്തരം അതിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഹിന്ദുക്കൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ കേൾക്കണം. ഭക്തമീരയുടെ കഥയുണ്ട്. ശ്രീബുദ്ധൻ, കൃഷ്ണന്റെ അവതാരമായ ബുദ്ധനും രാധയുടെ അവതാരമായ ബുദ്ധന്റെ ഭാര്യയായ യശോദയുടെയും ജീവിതകഥ, ജനനം മുതൽ മരണം വരെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് രാധികാ കവചൻ 2 ഉണ്ട്, അത് 2ഉം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ കണക്ക് രാധ സഹസ്രനാമം, അത് വരികൾ ഉൾപ്പെടെയും വരികൾ ഇടാതെയും പാടിയിട്ടിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണപ്രിയയാണ് പാടിയിരിക്കുന്നത്. രാധാ സഹസ്രനാമം ഇനിയുമുണ്ട്, 3 രാധാ സഹസ്രനാമമുണ്ട്. അതിൽ ഒരെണ്ണമാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തത് അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതാണ്. അതിൻ്റെ ഡേറ്റ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ബർസാനെ വാലി
രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പൊ നമ്മൾ രാധയുടെ പ്രണയം 149 എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ മുമ്പ് എവിടെ നിർത്തിയിരുന്നു എന്നൊക്കെ നിങ്ങൾക്കറിയാം. നാരായണന്മാരുടെ സംഗമത്തിന് എങ്ങനെയാണ് സാക്ഷ്യം വഹിച്ചത് എന്നിടത്താണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ പതിവ് പോലെ രാധാറാണിയെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥയെങ്കിലും പറഞ്ഞതിന് ശേഷമേ നമ്മൾ അതിലേക്ക് കടക്കാറുള്ളൂ. അപ്പൊ രാധാറാണിയെ കുറിച്ചുള്ള ഒരു കൊച്ചു കഥ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ പോവുകയാണ്. കേട്ടുകൊള്ളൂ. ബർസാന. രാധാറാണിയുടെയും കൃഷ്ണന്റെയും കാൽപാദങ്ങൾ പതിഞ്ഞ പുണ്യഭൂമി. ആ ബർസാനയിലെ ഒരു രാധാക്ഷേത്രം. ആ രാധാക്ഷേത്രത്തിന്റെ തൊട്ടടുത്തായിട്ടൊരു പാവം മനുഷ്യൻ താമസിച്ചിരുന്നു. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ്. ആ മനുഷ്യനൊരു മകളുണ്ടായിരുന്നു. ആ മകളുടെ പേര് രാധ എന്നായിരുന്നു. അപ്പം ഈ രാധയ്ക്കിടെ ഒരു 2-2.5 വയസ്സുള്ളപ്പോൾ തന്നെ ഈ മനുഷ്യൻ ഈ രാധയെ മടിയിലിരുത്തിയിട്ട് രാധാറാണിയുടെ കീർത്തനങ്ങൾ ഇങ്ങനെ പാടും. ആ കീർത്തനങ്ങൾ കേട്ട് കേട്ട് കേട്ടാണ് ആ കുട്ടി വളർന്നു വന്നത്. ഈ മനുഷ്യന്റെ നാവിൽ രാധ രാധ എന്ന നാമം മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ രാധാറാണിയുടെ കഠിന ഭക്തനാണ്. കഠിന ഭക്തൻ എന്ന് പറഞ്ഞാൽ അതികഠിന ഭക്തനാണ്. ഗുലാബ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് ഈ കഥ കിട്ടുന്നത് ഞാൻ ആദ്യമേ നിങ്ങളടുത്ത് പറഞ്ഞു, ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഗൈഡിനെയും കൊണ്ട് അവിടുത്തെ ഏറ്റവും പ്രായം ചെന്ന ആൾക്കാരെ സന്ദർശിക്കും. ആ പ്രായം ചെന്ന ആൾക്കാരടുത്ത് ചെന്നിട്ട് വാമൊഴിയായിട്ട് പറഞ്ഞു വന്ന രാധാകൃഷ്ണ കഥകളൊക്കെ പറയാൻ പറയും. അങ്ങനെയാണ് എനിക്ക് ഈ കഥ കിട്ടിയത്. അപ്പോൾ ആ മനുഷ്യൻ 100 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു സമീപകാലത്ത് എന്ന് പറയാം, ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ഈ 80 വയസ്സുള്ളൊരു മനുഷ്യനുണ്ടെങ്കിൽ അതിനും 20 വർഷം മുമ്പ്, അല്ലാതെ ജാംബാവന്റെ കാലത്ത് സംഭവിച്ച ഒന്നല്ല. അപ്പോൾ ഈ മനുഷ്യനാകട്ടെ, ഗുലാബാകട്ടെ, അങ്ങ് രാധാഭക്തിയിൽ മുഴുകിയാണിരിക്കുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും രാധാ 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 രാധ എന്നല്ലാതെ യാതൊരു ചിന്തയും അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാണ് തൻ്റെ മകൾക്ക് അദ്ദേഹം രാധ എന്ന് പേരിട്ടത്. ഒരു കൊച്ചു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു സാധുവാണ്. ഇദ്ദേഹം മോളെ ഇരുത്തിയിട്ട് അവിടെ എന്ത് ചെയ്യും, ആൾക്കാരൊക്കെ തൊഴാൻ വരുന്ന സമയമാകുമ്പോൾ രാധാ കീർത്തനങ്ങൾ പാടും. അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ നാണയങ്ങളൊക്കെ കൊടുക്കും. അതുകൊണ്ടാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. പിന്നെയോ എന്നും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അദ്ദേഹം തൻ്റെ മകളെ നെഞ്ചത്ത് കിടത്തിക്കൊണ്ട് ശ്രീരാധേ 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 അങ്ങനെ ജപിച്ച് ജപിച്ച് കിടന്നുറങ്ങും. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും അദ്ദേഹം ശ്രീരാധേ 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 ശ്രീരാധേ. അദ്ദേഹം നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ശ്രീരാധേ 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 ശ്രീരാധേ. എന്നിട്ട് ബർസാനയിൽ ആ രാധാക്ഷേത്രത്തിന്റെ മുന്നിൽ ചെന്നിരുന്ന് മകളെയും വെച്ചുകൊണ്ട് രാധാകീർത്തനങ്ങൾ പാടും. രാധാകീർത്തനം പാടിക്കഴിഞ്ഞാൽ പിന്നെ ശ്രീരാധേ 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 ശ്രീരാധേ, മറ്റൊരു ചിന്തകളും അദ്ദേഹത്തിനില്ല. അപ്പോൾ അവിടെ വരുന്ന ഗോസ്വാമിമാർക്കും എല്ലാം ഇദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ രാധാറാണിയുടെ കഥകൾ കേട്ട് 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 ഈ കുട്ടി വളരാൻ തുടങ്ങി. അപ്പോൾ ഇത് ചെറുതായിരിക്കുമ്പോൾ തന്നെ തൻ്റെ പിതാവിൻ്റെ പാട്ടിനൊത്ത് അതിമനോഹരമായി നൃത്തം ചെയ്യും. അപ്പൊ അവിടെ വരുന്നവർക്കെല്ലാം ഈ അച്ഛനെയും മകളെയും ഭയങ്കരമായ ഇഷ്ടമാണ്. അങ്ങനെ ആ കുട്ടി വളർന്നു 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 വന്നു നല്ല സുന്ദരിയായ ഒരു യുവതിയായി മാറി നമ്മുടെ രാധ. രാധ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മകളായ രാധ സുന്ദരിയായ ഒരു മകളായിട്ട് മാറി.
അപ്പോൾ അവിടെ വന്ന ഗോസ്വാമിമാർ അദ്ദേഹത്തിനോട് ചോദിക്കാറുണ്ട്, ഈ മകളെ കല്യാണം കഴിപ്പിച്ച് അയക്കണ്ടേ? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി വളരെ രസകരമാണ്. അദ്ദേഹം പറയും, ഒക്കെ രാധാറാണി തീരുമാനിക്കും, എനിക്കൊന്നിനെ കുറിച്ചും ഓർത്തൊരു വിഷമവും ഇല്ല. എൻ്റെ മകളുടെ കല്യാണം നടക്കണോ നടക്കണ്ടയോ, ആരുടെ കൂടെ പോണം, എല്ലാം നിശ്ചയിക്കുന്നത് എൻ്റെ രാധാറാണിയാണ്. എൻ്റെ ലോകം തന്നെ എൻ്റെ രാധാറാണിയാണ്. രാധാറാണിക്കപ്പുറം എനിക്കൊന്നുമില്ല. ഈ ഭക്തി കണ്ട് സത്യത്തിൽ ഗോസ്വാമിമാര് പോലും അന്തം വിട്ടു പോകുമായിരുന്നു. അങ്ങനെ അതീവ സുന്ദരിയായി ഈ കുട്ടി വളർന്നു വന്നു. ഈ കുട്ടിയാകട്ടെ അതിമനോഹരമായി നൃത്തവും ചവിട്ടും. അങ്ങനെ പലരും ബർസാനയിലേക്ക് വരും, രാധാറാണിയുടെ ക്ഷേത്രത്തിലേക്ക് വരും. അങ്ങനെ മറ്റൊരു ദേശത്ത് നിന്ന്, മറ്റൊരു സ്ഥലത്ത് നിന്നൊരു യുവാവ് വന്നു. ആ യുവാവ് നല്ല ധനികനാണ്. അദ്ദേഹത്തിന് ഈ പെൺകുട്ടിയെ കണ്ടപ്പോൾ വലിയ ഇഷ്ടമായി. അദ്ദേഹം എന്ത് ചെയ്തു, ഈ മനുഷ്യന്റെ ഗുലാബിന്റെ അടുക്കൽ വന്ന് വിവരങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഗുലാബ് പറഞ്ഞു, എനിക്ക് തരുന്നതിന് സന്തോഷമാണ്, കാരണം നിങ്ങളെ പറഞ്ഞു വിട്ടത് രാധാജി ആയിരിക്കും. എൻ്റെ രാധാജി പറഞ്ഞു വിടാത്ത ആർക്കും എൻ്റെ അടുക്ക് വരാനും പറ്റില്ല. എൻ്റെ രാധാജി ആഗ്രഹിക്കാത്ത ആർക്കും എൻ്റെ മകളെ വിവാഹം കഴിക്കാനും കഴിയില്ല. നിങ്ങൾക്ക് രാധാജിക്കും താല്പര്യമാണെങ്കിൽ അങ്ങനെ, പക്ഷെ എനിക്ക് തരാനൊന്നുമില്ല. ആ മനുഷ്യൻ തിരിച്ചുപോയി തൻ്റെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അവർക്കപ്പം ആ ബന്ധുക്കൾ, ഇയാളുടെ മാതാവും പിതാവും ഒക്കെ ഇടയ്ക്കൊക്കെ എവിടെ വരാറുണ്ട്, ബർസാനയിൽ. അതുകൊണ്ട് ഈ ബർസാനയിൽ വരുന്നവർക്കെല്ലാം ഈ അച്ഛനെയും മകളെയും അറിയാം. അപ്പോൾ അവർ പറഞ്ഞു, ശരിക്കും രാധാറാണിയുടെ ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു അച്ഛനും മകളുമാണ്, നമുക്കൊന്നും വേണ്ട, കുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രാധാറാണിയുടെ കൃപ കൊണ്ട്, അതാണ് വിശ്വാസം എന്ന് പറയുന്നത്, അതാണ് അടിയുറച്ച വിശ്വാസമാണ്. നിങ്ങൾക്കൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കെ, നിങ്ങൾക്കൊക്കെ ഒരു മകൾക്കൊരു 27-28 വയസ്സായ വെപ്രാളവ ജാതകവുമായിട്ട് ഓടി നടക്കും, എൻ്റെ മോളെ കല്യാണം നടക്കുന്നില്ല, എന്താ കാര്യം, എൻ്റെ മോൻ്റെ കല്യാണം നടക്കുന്നില്ല, എന്താ കാര്യം. ദേ നിങ്ങൾക്കിപ്പോൾ 70 വയസ്സുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ ഒരു 30 വർഷം മുമ്പ് ജീവിച്ചത്, അത്രയേ ഉള്ളൂ. അല്ലാതെ അങ്ങ് രാധാറാണി ജീവിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ നടക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് ഒരു പുരുഷൻ പറയുന്നത്, ഒരു പിതാവ് പറയുന്നത്, രാധാറാണിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ മോളെ കല്യാണം നടത്തും, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് ശ്രീരാധയെന്ന് ജപിക്കാനേ അറിയാവൂ, ബാക്കി കാര്യങ്ങളൊക്കെ എൻ്റെ രാധാജി നോക്കുമെന്ന് പറഞ്ഞപ്പോൾ അതീവ സുന്ദരനായിട്ടുള്ളൊരു പുരുഷനിതാ വന്നു കഴിഞ്ഞു. പിന്നെ അവിടെ വരുന്നവർക്കെല്ലാം ഇഷ്ടമില്ലേ, അവരെല്ലാം അങ്ങ് സംഭാവനകളും ധനങ്ങളും ഒക്കെ കൊണ്ട് സഹായിച്ച് അവസാനം എന്തിനു പറയുന്നു, ഒരു വലിയ ധനികൻ തൻ്റെ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്ന അത്ര പ്രൗഢിയോടെ ഗംഭീരമായി സർവാഭരണ വിഭൂഷിതയായിട്ടാണ് പോകുന്നത്. അവിടുത്തെ ധനികരായ ആൾക്കാരുണ്ട്. ആ ധനികരായ ആൾക്കാരൊക്കെ കൊണ്ടുവന്ന് സ്വർണങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ കുട്ടിക്ക് കൊടുത്തു, അല്ലാതുള്ളവരും കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ധനികന്റെ മകളുടെ കല്യാണം പോലും ഇത്ര ഗംഭീരമായിട്ട് നടക്കില്ല. അങ്ങനെ നടന്നു, അങ്ങ് പോയി. അങ്ങനെ ഇരുന്നപ്പോൾ ഇയാൾ വീണ്ടും എന്താണ്, ശ്രീരാധേ 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 ശ്രീരാധേ. ഇയാൾക്ക് എപ്പോഴും പിന്നെ അതാണ്, പിന്നെ എപ്പോഴും രാധാറാണിയുടെ അടുക്കൽ വന്നിങ്ങനെ രാധാറാണിയുടെ ഗാനങ്ങളും ഒക്കെ പാടി 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 അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ ആളുകളൊക്കെ വരുമ്പോഴും പലപ്പോഴും ഇയാൾ സ്വയം മറന്ന് ഏതാണ് ശ്രീരാധേ ശ്രീരാധേ ശ്രീരാധേ, അല്ലെങ്കിൽ രാധാറാണിയുടെ അതിമനോഹരമായ കീർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ലോകം രാധാറാണിയിലേക്ക് ഒതുങ്ങി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് തോന്നുകയാണ്, തൻ്റെ അന്ത്യം അടുക്കുകയാണെന്നൊരു തോന്നൽ ഇങ്ങനെ വന്നു. തൻ്റെ അന്ത്യം അടുക്കുന്നു, തനിക്കിനി അധിക നാൾ ജീവിതമില്ല, തൻ്റെ മകളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. പക്ഷേ അവൾ വരുമോ അറിയില്ല. അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി, പിന്നെ വല്ലപ്പോഴും ഒന്ന് വരും. പക്ഷെ അങ്ങനെ എപ്പോഴും അവൾക്ക് അവിടുന്ന് വരാനും പറ്റത്തില്ല. ഇദ്ദേഹമാകട്ടെ, ഇദ്ദേഹത്തെ അവർ അങ്ങോട്ട് ക്ഷണിച്ചു. പക്ഷെ ഇദ്ദേഹം പറയുന്നത്, എൻ്റെ രാധാറാണിയുടെ തൃപ്പാദങ്ങളെ വിട്ടിട്ട് ഞാൻ എവിടെയും വരില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യന്റെ മനസ്സിൽ ഒരാഗ്രഹം തോന്നി, മരണം അടുക്കുന്നു, എൻ്റെ മകളെ ഒന്ന് ഒരു നോക്ക് കണ്ടാൽ കൊള്ളാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അതൊക്കെ തീരുമാനിക്കേണ്ടതും എൻ്റെ രാധാറാണിയാണ്.
എനിക്കെൻ്റെ രാധാറാണിക്കപ്പുറം ഒന്നുമേ ഇല്ല. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, എനിക്കെൻ്റെ മകളെ കാണണമെന്നൊരാഗ്രഹം പറഞ്ഞു. രാധാറാണി അമ്മേ, അതിനും ക്ഷമിക്കണേ. കാരണം അമ്മയുടെ ഭക്തൻ എന്തിനാണ് ആഗ്രഹിക്കുന്നത്? അമ്മയുടെ ഭക്തൻ ആഗ്രഹങ്ങൾ പാടില്ലല്ലോ. എന്ത് വേണമെന്ന് കണ്ടറിഞ്ഞ് ചെയ്യുന്നതല്ലേ. അടിയൻ അറിയാതൊരു പിതാവിന്റെ മനസ്സ് വന്നിട്ട് സ്വന്തം മകളെ കാണണമെന്നൊരാഗ്രഹം തോന്നി, അങ്ങനെ പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണേ, എനിക്കെൻ്റെ അമ്മയുണ്ടല്ലോ. അങ്ങനെ ഇദ്ദേഹം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാധേ 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 ശ്രീരാധേ. അച്ഛാ, പെട്ടെന്ന് അയാൾ കണ്ണുകൾ തുറന്നു. അച്ഛാ. അപ്പു കാണാൻ തൻ്റെ മകള് ഓടി വന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇന്നലെ ഞാൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു. എൻ്റെ അച്ഛൻ എന്നെ കാണണം. എൻ്റെ അടുത്ത് ആരോ പറയുന്നു, ചെല്ല് ചെല്ല്, നീ നിന്റെ അച്ഛൻ്റെ അടുക്കലേക്ക് ചെല്ല് എന്ന് എൻ്റെ അടുത്ത് ആരോ പറയുന്നത് പോലെ തോന്നി അച്ഛാ. അതുകൊണ്ടാണ് അച്ഛാ ഞാൻ ഓടി വന്നത്. ഇങ്ങോട്ടേക്ക് വരാൻ എൻ്റെ ഭർത്താവ് അനുമതിയും തന്നു അച്ഛാ. അപ്പോൾ പറഞ്ഞു, അയ്യോ, നിന്നെ ഒറ്റയ്ക്ക് വിടാൻ അനുമതി തന്നു? അതേ അച്ഛാ, എൻ്റെ ഭർത്താവ് കരുണാമയനാണ് അച്ഛാ, എൻ്റെ ഭർത്താവ് കരുണാമയനാണ്. അതുകൊണ്ട് അച്ഛനെ ചെന്ന് കാണാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് അച്ഛാ. അപ്പോൾ പറഞ്ഞു, മോളെ, ഇന്നലെ രാത്രി നിന്റെ അടുത്ത് ആരോ വന്ന് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? എങ്കിൽ അതെന്റെ രാധാറാണിയാണ് മോളെ. ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. എൻ്റെ രാധാറാണി, എൻ്റെ പൊന്ന് രാധാറാണി അമ്മേ, എനിക്കെൻ്റെ മകളെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നൊരാഗ്രഹം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും നിന്റെ അടുക്കൽ വന്ന് രാധാജി പറഞ്ഞില്ലേ, അതാ മോളെ രാധാറാണി, അതാ മോളെ രാധാറാണി. പക്ഷെ ഞാൻ പെട്ടെന്ന് ആഗ്രഹത്തിന് രാധാജിയോട് മാപ്പ് പറഞ്ഞു. കാരണം ഒരാഗ്രഹങ്ങളും പാടില്ല. നമ്മുടെ എല്ലാ ആഗ്രഹവും ആര് സാധിച്ചു തരും? രാധാറാണി സാധിച്ചു തരും. അപ്പോൾ ഞാൻ ഒരു നിമിഷം നിന്നെ കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ പിന്നെ ഞാൻ അതും വേണ്ടെന്ന് വെച്ചു. പക്ഷേ എൻ്റെ രാധാറാണി, എൻ്റെ രാധാറാണി എന്ത് കരുണാമയിയാണ്, എന്ത് ദയാമയിയാണ്. കരുണാമയി, ദയാമയി, പ്രേമാമയി രാധേ. കരുണാമയി, ദയാമയി, പ്രണയാമയി രാധേ. കുറേ നേരം ആ അച്ഛനും മകളും ആലിംഗനബദ്ധരായി നിന്നു. എന്നിട്ട് അപ്പോൾ ഓരോരുത്തരായി തൊഴാൻ വന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ആഹാ, രാധക്കുട്ടി വന്നു. അപ്പോൾ പറഞ്ഞു, അതേ, ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, എൻ്റെ അച്ഛൻ എന്നെ കാണണമെന്ന്. ഞാൻ ഭർത്താവിനോട് കാര്യം പറഞ്ഞു. അപ്പോൾ ഭർത്താവിന് വരാൻ പറ്റില്ല. ഭർത്താവ് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളൂ, നീ പോയി നിന്റെ അച്ഛനെ കാണൂ, എന്നിട്ട് നിന്റെ അച്ഛനെ കൂട്ടിക്കൊണ്ടുവരൂ. ആ കൂട്ടിക്കൊണ്ടുവരൂ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോളെ, എനിക്ക് എൻ്റെ രാധാറാണിയുടെ തൃപ്പാദങ്ങൾ വിട്ട് എവിടെയും വരാൻ പറ്റില്ല. ഞാൻ എങ്ങോട്ടും വരില്ല. എൻ്റെ പൊന്നുമോളെ, എൻ്റെ ഒരാഗ്രഹം, എൻ്റെ മനസ്സിൽ തോന്നിയ ഒരാഗ്രഹം, അത് സാധിച്ചു തന്നതാണ് രാധാറാണി. ആ രാധാറാണിയെ സ്തുതിച്ചുകൊണ്ട് ഞാനൊരു കീർത്തനം പാടാൻ പോകുന്നു. എൻ്റെ പൊന്നുമോള് നൃത്തം ചവിട്ടുമോ? എൻ്റെ പൊന്നുമോള് നൃത്തം ചവിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിശ്ചയമായും അച്ഛാ, നിശ്ചയമായും നൃത്തം ചവിട്ടും. ഞാൻ എൻ്റെ ചിലങ്കയും അണിഞ്ഞുകൊണ്ടാണ് അവിടുന്ന് വന്നത്. എനിക്കറിയാം ഈ രാധാറാണിയുടെ മുമ്പിൽ എൻ്റെ അച്ഛൻ നൃത്തം ചവിട്ടാൻ പറയുമെന്ന്. എനിക്കും സന്തോഷമാണ് രാധാദേവിയുടെ മുന്നിൽ നൃത്തം ചവിട്ടുന്നത്. അയാൾ പാടാൻ തുടങ്ങി. അതിമനോഹരമായ രാധാകീർത്തനം. ആ രാധാകീർത്തനത്തിൽ സർവരും മയങ്ങി നിന്നു. അവിടെ തൊഴാൻ വന്നവരും പരിസരവാസികളും എല്ലാം വന്നു. അതിനൊത്ത് അദ്ദേഹത്തിന്റെ മകൾ രാധ നൃത്തം ചവിട്ടുകയാണ്. അസാധാരണമായ നൃത്തം, അസാധാരണമായ ഭാവങ്ങള്, അത്യുജ്വലമായ പ്രകടനമാണ്. എല്ലാ
എല്ലാവരും അതിൽ മതിമറന്നു നിന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ നൃത്തം ചവിട്ടി രാധാറാണിയുടെ അടുക്കലേക്ക് പോയി. കോവിലിലെ രാധാറാണിയുടെ അടുക്കലേക്ക് പോയി കൈകൊണ്ട് വിളിച്ചു, വരൂ വരൂ. കാരണം തൻ്റെ അച്ഛൻ്റെ അടുക്കലേക്ക് വരാൻ തനിക്ക് സ്വപ്ന ദർശനം നൽകിയ രാധാജിയുടെ മുന്നിൽ നൃത്തം ചവിട്ടണം. അപ്പോൾ എന്ത് ചെയ്തു? മറ്റുള്ളവരൊക്കെ അതിലങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഗുലാബ് തൻ്റെ മകളുടെ പിന്നാലെ ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് രാധാജിയുടെ മുന്നിൽ നൃത്തം ചവിട്ടണം. ഉജ്ജ്വലമായ നൃത്തം. പെട്ടെന്ന്, വളരെ പെട്ടെന്നാണ് അദ്ദേഹം അത് കണ്ടത്. കാലിലെ ചിലങ്ക. ഇതെന്റെ മകളുടേതല്ല. ഇത് സാക്ഷാൽ രാധാറാണിയുടെയാണ്. എന്റെ മുമ്പിൽ നിൽക്കുന്നത് ആര്? എന്റെ മുന്നിൽ നിൽക്കുന്നത് ആരാണ്? അമ്മേ, എന്റെ പൊന്ന് രാധാറാണി അമ്മേ. പെട്ടെന്ന് നൃത്തം നിന്നു. ഒരു നിമിഷം രാധാറാണി വന്നു. ഗുലാബിന്റെ കയ്യിൽ പിടിച്ചു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവ് കരുണാമയനാണെന്ന്. എൻ്റെ ഭർത്താവ് അങ്ങയെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് പോണ്ടേ. അദ്ദേഹം പറഞ്ഞു, ശ്രീരാധേ. രാധാറാണി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് ആ ബിംബത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അപ്പോഴേക്കും പുറത്തു നിന്ന് ആളുകൾ ഓടി വന്നു. പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ ഒരഗ്നി വലയം, അതിഭയങ്കരമായ ഒരു അഗ്നി വലയം ആ ബിംബത്തിന് ചുറ്റും മൂടി. പെട്ടെന്ന് ആ അഗ്നി വലയം ആ ബിംബത്തിലേക്ക് ലയിച്ചു. ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു നിന്നപ്പോൾ അതുവരെ ഇല്ലാത്ത ഒരു ശോഭയിൽ ആ ബിംബം നിൽക്കുന്നു. ആ ബിംബത്തിൽ ഒരു തുളസിമാല, അതിൻ്റെ താഴെ ആ മനുഷ്യൻ പാടിയിരുന്ന സാരംഗി. അപ്പോഴും അവിടുത്തെ ഭിത്തികളിൽ ആ മന്ത്രം ജ്വലിച്ചുകൊണ്ടേയിരുന്നു, ശ്രീരാധേ. അതെ 80 വർഷങ്ങൾക്ക് 100 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം, നമ്മൾ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ നടന്ന ഒരു സംഭവം ഇന്നും അവിടുത്തെ ആളുകൾ രോമാഞ്ചത്തോടെ ഓർക്കുന്ന സംഭവം. അതെ, രാധാറാണി തൻ്റെ ചിലങ്ക കെട്ടി ഗോലോകത്തുനിന്ന് വന്നു. അമ്മേ, എൻ്റെ മരണസമയം അടുക്കുമ്പോൾ എനിക്ക് നാവെടുത്ത് ശ്രീരാധേ എന്ന് ജപിക്കാനുള്ള അനുഗ്രഹം തരണേ. പറ്റുമെങ്കിൽ ആ ചിലങ്ക കെട്ടി വരണേ അമ്മേ എന്നെ കൊണ്ടുപോകാൻ. എനിക്കതല്ലാതെ മറ്റൊന്നുമില്ലമ്മേ, മറ്റ് യാതൊരു ആഗ്രഹവുമില്ലമ്മേ. എൻ്റെ പ്രാണൻ പോകുന്ന സമയത്തും എനിക്ക് ഈ നാവെടുത്ത് ജപിക്കണം. ശ്രീരാധേ. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് കടക്കാം. ഭീമസേനൻ ഗാഠനിദ്രയിലായിരുന്നു. ആ ഗാഠനിദ്രയിൽ ഭീമസേനന്റെ മുന്നിൽ ഒരു വലിയ പ്രകാശം വന്ന് നിൽക്കുന്നത് പോലെ ഭീമസേനന് തോന്നി. അതേ, ആ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ഭീമസേനൻ തിരിച്ചറിയുകയാണിത് ഇത് രാധാറാണിയാണല്ലോ. അപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് രാധാറാണി പറഞ്ഞു, അതെ, ഞാൻ തന്നെയാണ്. ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്. അപ്പോൾ ഭീമസേനൻ ചോദിച്ചു, എന്താണ്? ഇതൊക്കെ ഉറക്കത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഭീമസേനൻ ചോദിച്ചു, എന്താണത്? അപ്പോൾ പറഞ്ഞു, നോക്കൂ, അങ്ങ് എത്രയും വേഗം പറ്റുമെങ്കിൽ നാളെ തന്നെ ദ്രുപദ രാജാവിൻ്റെ അടുക്കലേക്ക് പോകണം. അപ്പോൾ ചോദിച്ചു, എന്തിന്? കാരണമോ ഞാൻ പറഞ്ഞു തരാം. അങ്ങ് ഹസ്തിനപുരത്തേക്ക് പോവുകയാണ്, വെറും കൈയോടെ പോകരുത് എന്ന് പറഞ്ഞ് രാധാറാണി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, അങ്ങേക്ക് വേണ്ടി
ഞാനൊരു സമ്മാനം അവിടെ കാത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, സമ്മാനമോ? അതേ, ഒരു സമ്മാനം, ജലത്തിൽ നിന്നുള്ള ഒരു സമ്മാനം, ജലം നിറഞ്ഞ ഒരു സമ്മാനം. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ജലം നിറഞ്ഞ സമ്മാനമോ? പൊയ്ക്കൊള്ളൂ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ധ്യാനിച്ചാൽ മതി. പഞ്ചപാണ്ഡവരോടൊപ്പം എന്നും ഞാൻ ഉണ്ടാകും. കാരണം കൃഷ്ണന് ധർമ്മം സ്ഥാപിക്കാൻ പഞ്ചപാണ്ഡവർ അത്യാവശ്യമാണ്. ഞാൻ കൃഷ്ണന്റെ ക്ലാദിനി ശക്തിയാണ്. അവന്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അതിനപ്പുറം എനിക്കൊന്നുമില്ല. അപ്പൊ ഭീമസേനൻ ഉറക്കത്തിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അല്ല, അങ്ങനെയാണെങ്കിൽ വേറെ വിവാഹങ്ങൾ ഒരുപാട് കഴിച്ചല്ലോ. അപ്പോൾ രാധാറാണി പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതുകൊണ്ടാണ് അവന് സന്തോഷം ലഭിക്കുന്നതെങ്കിൽ എനിക്ക് പരിപൂർണ തൃപ്തിയാണ്. എന്തായാലും അവൻ സന്തോഷിക്കണം. അവൻ ഇനി 16,008 പേരെ കെട്ടുമ്പോഴാണ് സന്തോഷം കിട്ടുന്നതെങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല. സ്നേഹം അങ്ങനെയാണ് ഭീമ, സ്നേഹം അങ്ങനെയാണ്. നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരുടെ സന്തോഷത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പൊയ്ക്കുള്ളൂ, ജലത്തിൽ നിന്നുള്ള സമ്മാനവുമായി നീ മടങ്ങണം. ആവശ്യമുള്ള സമയത്ത് ഞാൻ വേണ്ട നിർദ്ദേശങ്ങൾ തരും, അല്ലെങ്കിൽ എന്നെ നീ ഭജിച്ചാൽ മതി എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഭീമസേനൻ കണ്ണു തുറന്നു. കണ്ണു തുറന്നപ്പോൾ അവിടെ ഒന്നും ആരുമില്ല. അപ്പൊ ഭീമസേനൻ വിചാരിച്ചു, ഓ, വെറുതെ ഒരു സ്വപ്നം കണ്ടതായിരിക്കും. അപ്പോൾ വിചാരിച്ചു, അല്ല, സ്വപ്നമാണെങ്കിൽ ഇങ്ങനെ ദ്രുപദ രാജാവിൻ്റെ അടുത്ത് ചെല്ലുക, ജലമയമായ സമ്മാനം, അതെന്താണ്? അപ്പൊ ഭീമസേനൻ വിചാരിച്ചു, ഉറക്കത്തിൽ അങ്ങനെ എന്തെല്ലാം അർത്ഥമില്ലാത്ത കാര്യങ്ങൾ കാണുന്നു, അത്തരത്തിൽപ്പെട്ട ഒന്നായിരിക്കണം ഇതും. ഭീമസേനൻ വീണ്ടും കിടന്നു സുഖമായി ഉറങ്ങി. രാവിലെ എഴുന്നേറ്റു. മറ്റു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഭീമസേനന്റെ മനസ്സിൽ ആ വാക്കുകൾ അലയടിച്ചു. അപ്പൊ ഭീമസേനൻ വിചാരിച്ചു, അല്ല, ഇതിപ്പോ സ്വപ്നമാണെന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും നമുക്ക് ഹസ്തിനപുരത്തേക്ക് പോകണമല്ലോ, അത് ആവശ്യമാണല്ലോ. അതുകൊണ്ട് എന്തായാലും പൊയ്ക്കളയാം. ഇപ്പം അറിയാം രാധ എന്നത് ദേവിയാണോ അല്ലയോ എന്ന്. അവിടെ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ഞാൻ കണ്ടത് വെറും ഒരു സ്വപ്നമാണ്. മറിച്ചാണെങ്കിൽ നിശ്ചയമായും രാധ ദേവി തന്നെയാണ് ആയിരിക്കണം. കാരണം അർജുനൻ മണ്ടനല്ലല്ലോ. അർജുനൻ രാധയെ ദേവി എന്ന് പറഞ്ഞ് ധ്യാനിക്കണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാരണമില്ലേ? അപ്പൊ ഭീമസേനൻ പറഞ്ഞു, സ്വയം പറഞ്ഞു, അവരെ കണക്ക് ബുദ്ധിയൊന്നും എനിക്കില്ല, എനിക്ക് ശരീരത്തിന്റെ ശക്തിയല്ലേ ഉള്ളൂ, എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ. നിഷ്കളങ്കനാണ് ഭീമസേനൻ. എങ്കിലും ഞാനൊന്ന് നോക്കട്ടെ, ഈ രാധ ദേവിയാണോ അല്ലയോ, രാധ പറഞ്ഞത് സത്യമാണോ അല്ലയോ എന്നൊക്കെ ഒന്നറിയണമല്ലോ. അങ്ങനെ ഭീമസേനൻ എന്ത് ചെയ്തു? നേരെ ദ്രുപദ രാജാവിൻ്റെ അടുക്കലേക്ക് പോയി. ദ്രുപദ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആ ശരീരവും വെച്ചുകൊണ്ട് കാൽക്കൽ വീഴാൻ പാടാ. പക്ഷേ ഭീമസേനൻ അനായാസമായിട്ട് കാൽക്കൽ വീണു. അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. അപ്പൊ അദ്ദേഹം കൈ ഉയർത്തി ഭീമസേനനെ അനുഗ്രഹിച്ചു. നന്നായി വരട്ടെ, ദീർഘായുഷ്മാൻ ഭവ, എന്തൊക്കെയുണ്ട് മകനെ വിശേഷം, നിനക്ക് സുഖമാണോ? അപ്പോൾ ഭീമസേനൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, എനിക്കെന്നും സുഖമാണ്. ഞാൻ കാട്ടിൽ പോയ സമയത്തും ഞാൻ സുഖിച്ച് രസിച്ചാണ് ജീവിച്ചത്. അങ്ങേക്ക് അറിയില്ലേ, ഞാൻ കാട്ടിൽ വെച്ച് ഹിഡുംബിയെ കല്യാണം കഴിച്ചത്. ഈ അർജുനനും നകുലനും സഹദേവനും ധർമ്മപുത്രരും ഒക്കെ ഇല്ലേ, അവർക്ക് ജീവിതം ആസ്വദിക്കാൻ അറിയില്ല. ജ്യേഷ്ഠനാകട്ടെ കുറെ ധർമ്മങ്ങളും കൊണ്ട് നടക്കുന്നു, അർജുനനാകട്ടെ ഇരുട്ട വെളുക്ക അമ്പും നോക്കി നടക്കുന്നു. ഞാനാകട്ടെ അവിടെ സുഖിക്കാനുള്ള ഒന്ന് നോക്കി നടന്നപ്പോ എനിക്ക് ഹിഡിംബിയെ കെട്ടി, ഞാൻ അവളെ അങ്ങ് കെട്ടി, ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു. പിന്നെ ഇവരൊക്കെ കൊന്നൊടുക്കുന്നവരെ എനിക്ക് ഒറ്റയ്ക്ക് കൊന്നെടുക്കാനുള്ള കഴിവുമുണ്ട്. അപ്പൊ ദ്രുപദനൊന്ന് പുഞ്ചിരിച്ചു. ദ്രുപദന് മനസ്സിലായി വളരെ നിഷ്കളങ്കനാണ് ഭീമസേനൻ. അപ്പൊ ചോദിച്ചു, അല്ല, എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം? അപ്പോൾ പറഞ്ഞു, ഈ വരവിന് കുറേ ഉദ്ദേശമുണ്ട്. ഈ വരവ് ഒരാള് പറഞ്ഞിട്ട് വരിക. അപ്പൊ ചോദിച്ചു, ആര്? അതിപ്പോ പറയുന്നില്ല, ഒരാള് പറഞ്ഞിട്ട് ഞാൻ വരികയാണ്. ഞങ്ങള് കാമ്പല്യത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹസ്തിനപുരത്തിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് പോകേണ്ടത്? ഞങ്ങൾക്ക് എത്ര രഥം കിട്ടും? ഞങ്ങൾക്ക് എത്ര കുതിരകളെ കിട്ടും?
ഇതൊക്കെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം എന്നെ ഏൽപ്പിച്ചിരിക്കുക. പുള്ളിക്കാകട്ടെ രഥവും വേണ്ട, കുതിരയും വേണ്ട, ഒന്നും വേണ്ട, ഇവിടുന്ന് അങ്ങ് നടന്ന് ചെന്നാ മതിയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരാഗ്രഹം. അപ്പോൾ ദ്രുപദൻ ചോദിച്ചു, അല്ല നിന്റെ ആഗ്രഹം എന്താണ് ഭീമസേന? എൻ്റെ ആഗ്രഹമോ? ഞാൻ ആദ്യമേ അങ്ങയോട് പറഞ്ഞു, ഞാൻ വളരെ സുഖിമാനാണ്, ഞാൻ വളരെ സന്തോഷവാനാണ്. നല്ല ആഡംബരത്തിൽ നമ്മൾ പോണ്ടേ? ഞാൻ അങ്ങയുടെ മരുമകനല്ലേ? അതിൻ്റെ ഒരു ഇതെനിക്ക് വേണ്ടേ? അങ്ങനെ വേണമെങ്കിൽ കുറെ രഥങ്ങൾ വേണ്ടേ, കുറെ അശ്വങ്ങൾ വേണ്ടേ? അപ്പൊ ദ്രുപദൻ ചിരിച്ചിട്ട് പറഞ്ഞു, കൊള്ളാം കൊള്ളാം കൊള്ളാം, നിങ്ങൾ 5 പേരും എൻ്റെ മകളെ കല്യാണം കഴിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ ഭീമസേന, നീ എൻ്റെ കൂടെ അങ്ങ് നില്ല്. നീ എൻ്റെ കൂടെ നിന്നാൽ നിനക്ക് ഞാൻ പകുതി രാജ്യം അങ്ങ് തന്നേക്കാം. നീ അത് ഭരിച്ചോ. ഒയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടേ വേണ്ട. ഇപ്പൊ തന്നെ അങ്ങയുടെ മകളെ വേർപെടുത്തി ഞങ്ങൾ കൊണ്ടുപോവുക. ഇനി അതിൻ്റെ കൂടെ അങ്ങയുടെ രാജ്യവും കൂടെ അപകരിക്കാനോ ഞങ്ങൾക്ക് വേണ്ട. പക്ഷേ അങ്ങയുടെ രാജ്യത്തേക്ക് ആരെങ്കിലും കാലെടുത്ത് കുത്തിയാൽ അങ്ങയുടെ അനുമതിയില്ലാതെ ഈ വൃഗോദരൻ മുന്നിലുണ്ടാകും. ഭീമസേനനെ എല്ലാരും വിളിക്കുന്ന പേരാണ് വൃഗോദരൻ. ഈ വൃഗോദരൻ മുന്നിലുണ്ടാകും. അപ്പോൾ ദ്രുപദൻ പറഞ്ഞു, എനിക്കറിയാം. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, അങ്ങയുടെ പ്രധാന ശത്രുവാരെന്നും എനിക്കറിയാം. യുദ്ധത്തിൽ ഭീമന് ഗുരുവെന്നും ശിഷ്യനെന്നൊന്നും ഭേദമില്ല. അതൊക്കെ അർജുനനും ധർമ്മപുത്രർക്കും ഉള്ളതാണ്. ഭീമൻ ഒന്നേ ഉള്ളൂ, വിജയം. വിജയത്തിനപ്പുറം യാതൊന്നിനും ഭീമൻ പ്രാധാന്യം കൊടുക്കില്ല. ദ്രുപദൻ ഇരിക്കുന്നിടത്ത് എണീറ്റ് ചെന്ന് ഭീമസേനന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, നീയാണ് എൻ്റെ മരുമകൻ, നീയാണ് എൻ്റെ മരുമകൻ, നിന്നെയാണ് എനിക്ക് വേണ്ടത്. ആയിക്കോട്ടെ, ഇനി നിനക്ക് എന്താണ് വേണ്ടതെന്ന് പറ. അപ്പോൾ പറഞ്ഞു, എനിക്കോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഞാൻ അങ്ങയുടെ മരുമകനാണ്. ഞാൻ വെറും ഒരു ഹസ്തിനപുരത്തിലെ ആശ്രിതന്മാരെ പോലെ പോകണോ, അതോ ഈ ഞാൻ അങ്ങയുടെ അന്തസ്സിന് ചേർന്ന വിധത്തിൽ രാജകുമാരനായി പോകണമോ? അങ്ങ് എനിക്ക് തരുന്ന രഥങ്ങളും അശ്വങ്ങളും ഒക്കെ കണ്ട്, ഞങ്ങളുടെ വരവ് കണ്ട് ആ ദുര്യോധനനുണ്ടല്ലോ, അസൂയ കൊണ്ട് അവന് ഭ്രാന്ത് പിടിക്കണം. അപ്പൊ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ തരാമല്ലോ. അപ്പോൾ പറഞ്ഞു, അതെന്റെ ജ്യേഷ്ഠനും കൂടെ ഒന്ന് ബോധ്യപ്പെടുത്തണം അങ്ങ്. അത് ഭയങ്കര പാടാണ് എൻ്റെ ജ്യേഷ്ഠനെ ബോധ്യപ്പെടുത്തുന്നത്. അങ്ങ് ജ്യേഷ്ഠനെ വിളിച്ചു പറയണം. അപ്പൊ ജ്യേഷ്ഠൻ എന്ത് ചെയ്യും? വേണ്ട വേണ്ട എന്ന് പറയും. അപ്പൊ അങ്ങ് നിർബന്ധിക്കണം. അപ്പൊ ചോദിച്ചു, ഞാൻ നിർബന്ധിക്കണോ? അതേ, നിർബന്ധിക്കണം. അങ്ങനെ നിർബന്ധിച്ചാൽ മാത്രമേ അദ്ദേഹം വഴങ്ങത്തുള്ളൂ. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം. ഞാൻ അങ്ങനല്ല, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ഇനി എടുക്കും. അപ്പൊ ചോദിച്ചു, തന്നില്ലെങ്കിലോ? അങ്ങനെ ആരും ഇതുവരെ തരാതിരുന്നിട്ടില്ല. തന്നില്ലെങ്കിലും ഞാൻ എടുക്കും. അപ്പൊ ദ്രുപദൻ എന്ത് ചെയ്തു? പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നോക്കൂ, അങ്ങയുടെ മകള് ദ്രൗപദി ദുര്യോധനന്റെ കൊട്ടാരത്തിൽ എത്തുമ്പോൾ ദുര്യോധനന് തോന്നണം, ഇതാ വരുന്നു ഭാവി ചക്രവർത്തിനി, ഇതാ വരുന്നു എന്ന് ദുര്യോധനന് തോന്നണ്ടേ? അത്രയ്ക്ക് ആഡംബരപ്രിയായിട്ട് വേണ്ടേ പോകാൻ? അപ്പൊ ദ്രുപദൻ ചോദിച്ചു, അല്ല, നീ എപ്പോഴും ചിന്തിക്കുന്നത് ദുര്യോധനന് അങ്ങനെ തോന്നണം, ദുര്യോധനൻ ഇങ്ങനെ തോന്നണമെന്നാണല്ലോ. ഭീമസേനൻ പറഞ്ഞു, അങ്ങേക്കറിഞ്ഞൂടാ, അവൻ ഞങ്ങൾക്ക് ചെയ്തിട്ടുള്ള ദ്രോഹങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങേക്കറിഞ്ഞൂടാ. അവനെ ഞാൻ കൊല്ലും, ഈ കൈ കൊണ്ട് ഞാൻ കൊല്ലും. എനിക്ക് അവനെ കൊല്ലണം. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ആരെയൊക്കെ ചൂണ്ടിക്കാണിച്ചു തന്നു അവരെ എല്ലാം ഞാൻ കൊല്ലും. എനിക്ക് വിഷം തന്നവൻ കൊല്ലാൻ ശ്രമിച്ചു, ഞങ്ങളെ അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. എൻ്റെ കൊടും ശത്രുവാണിവനെന്ന് പറയുന്നത്. അതുകൊണ്ട് അവനെ ഞാൻ വെറുതെ വിടില്ല. അപ്പോൾ പറഞ്ഞു, നീ ആരെയും വെറുതെ വിടണ്ട, നിനക്കാവശ്യമുള്ളതെല്ലാം ഇവിടുന്ന് എടുക്കാം. എന്തു വേണമെന്ന് നീ തന്നെ തീരുമാനിക്കൂ ഭീമസേന. എത്ര കുതിരകൾ വേണം, എത്ര രഥങ്ങൾ വേണം, നീ എടുത്തോ.
ആ എണ്ണമൊക്കെ നിന്റെ ജ്യേഷ്ഠനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിച്ചു തരാം. സന്തോഷമായോ നിനക്ക്? ഭീമസേനൻ പറഞ്ഞു, സന്തോഷമായി. അങ്ങയെപ്പോലെ ഒരമ്മായിയപ്പനെ ആർക്കാണ് കിട്ടുന്നത്? അപ്പൊ ദ്രുപദൻ ചിരിച്ചിട്ട് പറഞ്ഞു, ആ നീ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറയാൻ മിടുക്കനാണല്ലോ. അപ്പൊ ഭീമസേനൻ ചിരിച്ചു. എന്നിട്ട് ഭീമസേനൻ പറഞ്ഞു, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ദ്രുപദന്റെ മുറിയിൽ നിന്ന് ഭീമസേനൻ പുറത്തേക്കിറങ്ങിയപ്പോൾ കാണാം ദ്രൗപദി വരുന്നു, കൂടെ ഒരു രാജകുമാരിയും ഉണ്ട്. അപ്പോൾ ഭീമസേനനാകട്ടെ ഇങ്ങനെ ഉല്ലാസവാനായി വരിക. ഭീമസേനൻ ദ്രൗപദിയെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, നോക്കൂ, നിന്റെ അച്ഛൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഹസ്തിനപുരത്തിലേക്ക് പോകാൻ ആവശ്യമുള്ളതെല്ലാം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദുര്യോധനൻ കാണട്ടെ, അവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ഇതൊക്കെ കണ്ടിട്ട് ദ്രൗപദി പരിഭ്രമിച്ചു. കാരണം ഇതൊന്നും കൊട്ടാരത്തിൽ പതിവില്ല. അതും പ്രത്യേകിച്ചും അച്ഛൻ അപ്പുറത്ത് ഇരിക്കുകയാണ്. കൊട്ടാരത്തിൽ പ്രത്യേകിച്ചും തൻ്റെ കൂടെ കഞ്ചുകിയും തോഴിയും പിന്നെ രാജകുമാരിയും ഉണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയാറില്ല. അപ്പൊ ദ്രൗപദിയുടെ പരിഭ്രമം കണ്ടിട്ട് പറഞ്ഞു, നീ പരിഭ്രമിക്കണ്ട, അച്ഛനെ ഓർത്തിട്ടാണോ? കൊള്ളാം, അദ്ദേഹത്തിന് തൻ്റെ മരുമകനെ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇത് കേട്ടതും കൂടെ നിന്ന രാജകുമാരിക്ക് ചിരി അമർത്താൻ കഴിഞ്ഞില്ല. അവരറിയാതെ അങ്ങ് പൊട്ടിച്ചിരിച്ചു പോയി. അപ്പോഴാണ് ഭീമസേനൻ നോക്കുന്നത്, ഇതാര്? ഇതുവരെ നമ്മൾ കണ്ടില്ലല്ലോ, ഇതാര്? നോക്കിയപ്പോ കാണാം ഏകദേശം 18 വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദരി പെണ്ണ്. നല്ല കൃശഗാത്രയാണ്, നീണ്ടു നിവർന്ന കണ്ണുകൾ, തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടുകൾ. അവളുടെ കണ്ണുകൾക്ക് എന്താ ഒരു ആകർഷകത! ഭീമൻ അത്ഭുതത്തോടു കൂടിയാണ് അവളെ നോക്കിയത്. അവളാകട്ടെ ദ്രൗപദിയുടെ പരിഭ്രമവും അതോടൊപ്പം ഭീമസേനനെയും ഇങ്ങനെ അടിമുടി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഭീമസേനൻ ചോദിച്ചു, ആരാണ് ഈ കൂട്ടുകാരി? അപ്പോൾ ഉടനെ പറഞ്ഞു, അറിയില്ലേ? ദ്രൗപദി പറഞ്ഞു, അങ്ങേക്ക് അറിയില്ലേ? ഇത് കാശി രാജകുമാരി, അച്ഛനെ വന്ദിക്കാൻ പോവുകയാണ്. ഓ, കാശി രാജകുമാരിയാണോ? അപ്പൊ ഭീമസേനൻ ചോദിച്ചു, എന്താ പേര്? അപ്പോൾ ആ സുന്ദരിയായ പെൺകുട്ടി പറഞ്ഞു, ജലന്ധര. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ആ പെട്ടെന്ന് ഭീമസേനൻ ഒരു നിമിഷം നിന്നു. ഭീമസേനൻ ചോദിച്ചു, എന്താ പറഞ്ഞത്? അപ്പൊ പറഞ്ഞു, ജലന്ധര. അപ്പൊ ഭീമസേനൻ പറഞ്ഞു, ജലന്ധര, ജലത്തിൽ നിന്നുള്ള സമ്മാനം. രാധേ, ദേവിയാണ്. അപ്പൊ ദ്രൗപദി പറഞ്ഞു, അങ്ങേക്ക് എന്തു പറ്റി? അങ്ങ് എന്താണ് ഈ പുലമ്പുന്നത്? പെട്ടെന്ന് ഭീമസേനൻ സമനില വീണ്ടെടുത്തു. ഇല്ല, ജലന്ധര, ജലത്തിൽ നിന്നുള്ള സമ്മാനം. ആയിക്കോട്ടെ, ഈ ജലന്ധര എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ അച്ഛനെ വന്ദിക്കാൻ പോകുന്നെന്ന്. അത് ശരി, ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ, ഇത് എപ്പം വന്ന്? അപ്പോൾ പറഞ്ഞു, ജലന്ധര തന്നെ പറഞ്ഞു, സ്വയംവര ചടങ്ങിന് പങ്കുകൊള്ളാൻ വന്നതാണ്. എൻ്റെ കൂടെ എൻ്റെ ജ്യേഷ്ഠനുണ്ട്, സുശർമാവാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞു. അപ്പൊ ദ്രൗപദി പറഞ്ഞു, നോക്കൂ ആര്യപുത്ര, ഇവര് ഹസ്തിനപുരത്തിലേക്ക് വരുന്നുണ്ട്. ഇവര് കുരുക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥയാത്രയ്ക്ക് പോകാൻ വരികയാണ്. അപ്പൊ ഭീമസേനൻ, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഭീമസേനന്റെ മനസ്സിൽ ലഡുപൊട്ടി. ഭീമസേനൻ പറഞ്ഞു, ആഹാ, അപ്പൊ നമ്മളെ കൂടെ പോകാൻ ഇവരും ഉണ്ടാകും ഇല്ലേ? ജലന്ധരയെ നോക്കിക്കൊണ്ടാണ് ഭീമസേനൻ ഇത് പറഞ്ഞത്. അപ്പൊ ജലന്ധര പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, ഞങ്ങൾ പോകുന്നത് ജലമാർഗമാണ്. ആ ജലന്ധരയുടെ മൃദുവായ ശബ്ദം ഭീമസേനനെ അടിമുടി രോമാഞ്ചം കൊള്ളിച്ചു. അപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഹസ്തിനപുരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഹസ്തിനപുരത്തിൽ തങ്ങുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു, പിന്നെ കുറച്ചു ദിവസം എന്തായാലും തങ്ങും. അപ്പൊ ദ്രൗപദി പറഞ്ഞു, ആര്യപുത്രൻ ഇത് മനസ്സിലായില്ല ആരാണെന്ന്. ഇവൾ ദുര്യോധനന്റെ പത്നിയായ ഭാനുമതിയുടെ അനുജത്തിയാണ്. അപ്പൊ പറഞ്ഞു, ഭാനുമതിയുടെ അനുജത്തിയോ? ഇപ്പൊ ഭീമസേനൊരു പ്രത്യേക താല്പര്യം തോന്നി. ഭീമസേനൻ പറഞ്ഞു, കൊള്ളാം, ദുര്യോധനന്റെ ഭാര്യയുടെ അനുജത്തി രാധയാട് കൊള്ളാമല്ലോ. അപ്പൊ ഈ സമയത്ത് ഭീമസേനൻ ചോദിച്ചു, അല്ല ദ്രൗപദി,
ഇവരോട് ഈ നദീമാർഗം പോകാതെ നമ്മളോടൊപ്പം വരാനങ്ങ് പറഞ്ഞുകൂടെ ഹസ്തിനപുരത്തിലേക്ക്? അപ്പോൾ ഒരല്പം സംശയം ദ്രൗപദിക്കുണ്ടായി. ഒരല്പം സംശയത്തോടെ ദ്രൗപദി ആരെ നോക്കി? ഭീമസേനനെ നോക്കി. പക്ഷെ ഭീമസേനൻ അതൊന്നും കണ്ട മട്ട് പോലുമില്ല. അപ്പോൾ പെട്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ജലന്ധര പറഞ്ഞു, അയ്യോ വരാൻ പറ്റത്തില്ല കേട്ടോ, എൻ്റെ ജ്യേഷ്ഠന് നദിമാർഗം പോകാനാണ് ഇഷ്ടം. നിങ്ങൾ ഗംഗയിലൂടെ പോകയില്ലേ? ഗംഗാമാതാവിനും നിങ്ങൾ പോകുന്നത് ഇഷ്ടമായിരിക്കും. ഈ സമയത്ത് ഈ പെൺകുട്ടി സർവധൈര്യവും സംഭരിച്ചുകൊണ്ട് ഭീമസേനനോട് ചോദിച്ചു, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പൊ ഭീമസേനൻ ഉത്സാഹമായി. ഭീമസേനൻ പറഞ്ഞു, ചോദിച്ചോളൂ ചോദിച്ചോളൂ, അങ്ങ് രാക്ഷസ ലോകത്തെ രാജാവാണോ? അപ്പോൾ ഭീമസേനൻ തൻ്റെ മീശയൊക്കെ ഒന്ന് പിരിച്ചതിന് ശേഷം ഭീമസേനൻ പറഞ്ഞു, അതെല്ലോ, ഞാൻ രാക്ഷസ രാജ്യം ഭരിക്കുന്ന ആളാണ്. അപ്പോൾ ആ പെൺകുട്ടി ചോദിച്ചു, നിങ്ങൾ മനുഷ്യരെയൊക്കെ തിന്നാറുണ്ടോ? അപ്പൊ ഭീമസേനൻ വീണ്ടും തന്റെ മീശയൊക്കെ അങ്ങോട്ട് ചുരുട്ടി കൈയൊക്കെ ഒന്ന് വിടർത്തിയിട്ട് പറഞ്ഞു, അതെ, പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം യുവസുന്ദരികളെ തിന്നുന്നതാണ്. യുവസുന്ദരികളെ കണ്ടാൽ ഞാൻ അപ്പ തിന്നുപോകും. പെട്ടെന്ന് പരിസരമെല്ലാം മറന്ന് ജലന്ധര പൊട്ടിച്ചിരിച്ചു. അത് കേട്ട് കൂടെ നിന്ന കഞ്ചുകിയും അതോടൊപ്പം തോഴിമാരും എല്ലാവരും ചിരിച്ചു. അപ്പോഴത്തേക്ക് ദ്രൗപദി പരിഭ്രാന്തിയായി. ദ്രൗപദി പറഞ്ഞു, ആര്യപുത്ര, അച്ഛൻ്റെ അപ്പുറമാണ്, അച്ഛന് ദേഷ്യം വരും എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ദ്രുപദൻ വാതിൽക്കൽ പുഞ്ചിരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ പറഞ്ഞു, ദേ നോക്കേ, അച്ഛന് സന്തോഷമാണ്, അച്ഛന് യാതൊരു വിധത്തിലുള്ള വിഷമവുമില്ല. അപ്പോൾ ഭീമസേനൻ പറഞ്ഞു, ഞാൻ പോട്ടെ. അപ്പൊ അങ്ങനെ ദ്രുപദന്റെ അടുക്കലേക്ക് ജലന്ധരയും ദ്രൗപദിയും കടന്നു പോവുകയാണ്. ആ സമയത്ത് ജലന്ധര ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കി ഭീമസേനനും അങ്ങനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്കൊരു പുഞ്ചിരി വിടർന്നു. ഭീമസേനൻ അവളുടെ കാലടികൾ നോക്കി, എന്ത് മൃദുവാണ്. പക്ഷേ ഇവള് പോകുന്നത് നദീമാർഗം, ഞാൻ പോകുന്നത് കരമാർഗം. അതെങ്ങനെ പറ്റും? ഒന്നിച്ചാണെങ്കിലല്ലേ പറ്റൂ. അപ്പൊ പെട്ടെന്ന് ഭീമസേനൻ വിചാരിച്ചു, പ്രണയത്തിന്റെ ദേവതയുണ്ടല്ലോ, എന്നെ ഇവിടം വരെ എത്തിച്ച പ്രണയത്തിന്റെ ദേവത സാക്ഷാൽ രാധ. രാധയുടെ അടുക്കൽ തന്നെ ചോദിക്കാം, ഇതെങ്ങനെ വരുമെന്ന്, ഇതെന്ത് ചെയ്യണമെന്ന് രാധ തന്നെ ഉത്തരം പറയും. അതേ, അങ്ങനെ രാധയെ ധ്യാനിക്കാൻ വേണ്ടി ഭീമസേനൻ പുറപ്പെടുകയാണ്. തുടർന്ന് രാധാറാണിയുടെ ഉപദേശത്തോടെ നിഷ്കളങ്കനായ ഭീമസേനൻ ഇതിലേക്ക് ഇറങ്ങുകയാണ്. മറ്റൊരു പ്രണയം ആരംഭിക്കുകയാണ്. രസകരമായ കാര്യങ്ങളിലേക്ക് രാധയുടെ പ്രണയം നീങ്ങുകയാണ്. എന്തായിരിക്കും രാധാറാണിയുടെ ഉപദേശം? എന്തായിരിക്കും ഇനി ഭീമസേനൻ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പഞ്ചപാണ്ഡവരിൽ അർജുനനോടൊപ്പം തന്നെ ഭീമസേനനും രാധാഭക്തനായി മാറിയത് ഇങ്ങനെയാണ്. ഈ കഥ നിങ്ങൾക്കറിയില്ലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇങ്ങനെയാണ് ഭീമസേനൻ രാധാഭക്തനായി മാറിയത്. ഇനി രാധാറാണി ജലന്ധരയെ സ്വന്തമാക്കാൻ എന്താണ് പറയാൻ പോകുന്നത്? ഈ നദീമാർഗമുള്ള യാത്ര അത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? എങ്ങനെ ഭീമസേനനോടൊപ്പം ഈ ജലന്ധരയ്ക്ക് പോകാൻ പറ്റും? കാത്തിരിക്കൂ, അടുത്ത ചൊവ്വാഴ്ച വരെ കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാസേശ്വരി രാധികായേ സ്വാഹ.